ലുഗിയുടെ 20ാമത്തെ ആനുവൽ കൺവെൻഷൻ ഒക്ടോബർ 29, 30, 31, നവംബർ 1 തീയതികളിൽ ജയ്പൂർ വെച്ച് നടക്കുന്നു. അതില് കേരളത്തിൽ നിന്ന് വരുന്ന നമുക്ക് വേണ്ടി മാത്രം, കേരളീയർക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക സെഷനുണ്ട് മലയാളത്തിൽ. ആ നമ്മൾ മാത്രം, കേരളീയർ മാത്രം ഇരിക്കുന്ന മലയാളം സെഷനില് ട്രെയിനർ നമ്മുടെ ഗ്രേറ്റ് ശ്രീ രാജേഷ് ആയിരിക്കും. പ്ലീസ് കം ടു ജയ്പൂർ. ഒരു വാക്കുകൂടെ, ഇത്ര സുന്ദരമായ ഈ ഒരു സെഷൻ ട്രെയിനിങ് സംഘടിപ്പിച്ചതിൽ കോഴിക്കോട് ലുഗി ചാപ്റ്ററിനോടുള്ള എത്ര അഭിനന്ദനങ്ങൾ പറഞ്ഞാലും മതിയാവില്ല. ഞാൻ രാവിലെ സമയമില്ലാത്തതുകൊണ്ട് പറയാൻ വിട്ടുപോയി 2 പേരുകൾ ഇവിടെ ഉണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ഈ കോഴിക്കോട് ചാപ്റ്ററിന്റെ അംബാസഡർ ശ്രീ പി ഷാജി. അദ്ദേഹം കോഴിക്കോടിന് വേണ്ടി മാത്രമല്ല, കോട്ടയം ചാപ്റ്ററിന് വേണ്ടിയും കേരളത്തിനാകെയും പല മീറ്റിംഗ്സിന്റെയും വാട്സാപ്പിൽ ഡിസൈൻ ചെയ്ത ടെക്നിക്കൽ എക്സ്പേർട്ടാണ് നിങ്ങളുടെ പി ഷാജി. അതുപോലെ തന്നെ മാസ്റ്റർ സെറമണി ലക്ഷ്മണേട്ടൻ ഇത് അസറ്റാണ്. എത്ര സുന്ദരമായിട്ടാണ് ഇന്നത്തെ സെഷൻ ഇവിടെ കോർഡിനേറ്റ് ചെയ്തത്. അങ്ങനെ പലരും. അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി എന്ത് ചെയ്ത് പ്രിൻസി വെള്ളങ്ങര, എത്ര ഈ പ്രിൻസിയുടെയൊക്കെ കലവറയില്ലാത്ത ആത്മാർത്ഥമായ സ്നേഹത്തില് ആണ് സത്യം പറഞ്ഞാൽ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ എത്തിയതും പ്രിൻസിയുടെ സ്നേഹം നിറഞ്ഞ ഒരു ഒരു ക്ഷണം, വിജയനായിട്ടുള്ള ക്ഷണം, ഇതൊക്കെ കൊണ്ടാണ് ഞാനിവിടെ നിന്ന് ആക്ച്വലി എത്തിയത്. അതുകൊണ്ട് കോഴിക്കോട് ചാപ്റ്ററിന് ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രീ അരുണിന് കൈമാറും. പ്രിയപ്പെട്ട എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മുടെ നാഷണൽ വൈസ് പ്രസിഡന്റും കോട്ടയം ചാപ്റ്ററിന്റെ പ്രസിഡന്റും ഞങ്ങളൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം പോലും LIC ഏജൻസിനും നമുക്കും വേണ്ടി മാറ്റിവെച്ചേക്കുവാണ്. സ്വാമി സാറ് കല്യാണം കഴിച്ചിട്ടില്ലെന്നുള്ളവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ലുഗിയൻസിനും LIC ഏജൻസിനും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇനിയിപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും എങ്ങനെ അനുഭവപ്പെട്ടു? ഇനിയുള്ള 21 ദിവസം നമ്മൾ ശരിക്കും ഓരോരുത്തരും മനസ്സിൽ ആത്മാർത്ഥമായിട്ട് വിചാരിച്ച് പ്രവർത്തിച്ചാൽ ഇഷ്ടം പോലെ അവസരങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട്. അത് തെളിയിച്ച ഒരുപാട് പേര് നമുക്ക് മുന്നിലുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമ്മുടെ ഇവിടെ നടക്കുന്ന മീറ്റിങ്ങുകളിൽ നമ്മൾ കേരളത്തിലെ ഏറ്റവും ഉന്നതമായ രീതിയിലുള്ള ബിസിനസ് നടക്കുന്നവരെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ ലുഗിയുടെ ആനുവൽ കൺവെൻഷന് ഇന്ത്യയിലും ലോകത്തിലും ഏറ്റവും ഉന്നതമായ രീതിയിൽ ബിസിനസ് നടത്തുകയും ഒരു ദിവസം ഒരു MDRT വെച്ച് ചെയ്ത് 16ഉം 18ഉം MDRT ചെയ്ത ആൾക്കാരുമായിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ പോകുന്നത്, അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. അതിനുള്ള സുവർണ അവസരമാണ് ഈ വരുന്ന ഒക്ടോബർ മാസം 29, 30, 31, 1 തീയതികളിൽ ജയ്പൂർ എന്ന പിങ്ക് സിറ്റിയിൽ വെച്ച് നടക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീണ്ടും പറയുന്നു, നിങ്ങൾ ആരും 1 രൂപ പോലും കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വരരുത്. അതിനുവേണ്ടി വെറും 2 ലക്ഷം രൂപ നോൺ സിംഗിൾ പ്രീമിയം വാങ്ങിച്ചാൽ മതി. നമുക്കൊരു ആഘോഷമായിട്ട് നമുക്ക് പോയിട്ട് എല്ലാവർക്കും കൂടെ തിരിച്ചു വരാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ജെയിംസ് ആർക്കെന്ത് എത്ര സന്തോഷമായിട്ടായിരുന്നു നമ്മൾ ബോംബെയിലെ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോയിട്ട് വന്ന്. ജീവിതത്തിൽ ഇതൊക്കെ ഉള്ളത് മിച്ചം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മാസം മുമ്പ് അമ്പലപ്പുഴയുള്ള എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതും എൻ്റെ ഒരു കസ്റ്റമറുമായിട്ട് ഉള്ള ഒരാളുടെ അനുഭവം ഞാൻ മെസ്സേജായിട്ട് അയച്ചിരുന്നു. നിങ്ങൾ ആരൊക്കെ കണ്ടു എന്ന് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവനും അദ്ദേഹം മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ വേണ്ടി വർക്ക് ചെയ്തു. മക്കളുടെ കാലം വന്നപ്പം നല്ലൊരു വാഹനം വാങ്ങിച്ചു. വാഹനം വാങ്ങിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ആ വാഹനത്തിൽ മുഷിഞ്ഞ വേഷമിട്ട് കയറിയപ്പോൾ മക്കൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ ഫീലിങ്സിൽ പുള്ളി കാണുന്നവരോടൊക്കെ പറയും, നിങ്ങളെല്ലാം മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കരുത്, മക്കൾക്ക് വേണം, കുറച്ച് നമ്മൾക്കും കൂടി വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമ്മൾ ഒരു 70,000 രൂപ, അതായത് 37, ഞാൻ അതിന്റെ പാറ്റേൺ പറയാം, മാറ്റി വെച്ചിട്ട് നിങ്ങൾ ജയ്പൂർ വരണം. ജയ്പൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏൺ ചെയ്യുകയും ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ അതിനുള്ള പ്രചോദനമായിരിക്കും അവിടുന്ന് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജയരായിട്ട് പറഞ്ഞത്, ഇവരെല്ലാവരും നമ്മളെ കോഴിക്കോട് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം വളരെ വൈകാരികമായ ബന്ധങ്ങളുണ്ട്. ഇത് പറഞ്ഞത് നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്ററുകളിൽ നിന്നൊക്കെ സ്നേഹം തരുമ്പോൾ ഇത് കലവറയില്ലാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. കാരണം ഇവിടുത്തെ ഓരോരുത്തരുടെ വിളി അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാം, ഇവിടുത്തെ എൻ്റെ കൂടെ ഇന്നലെ ഒരു സഹോദരി വന്നു, ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു, കോട്ടയത്തു നിന്ന് തിരിച്ചു പോകാനിരിക്കുക. ഞാൻ പറഞ്ഞു എങ്ങനെയായാലും കയറാൻ പറഞ്ഞു. കയറിയിട്ട് ആ ട്രെയിനിലുള്ള 4
TTRമാരെ പോയി നമ്മൾ കാണേണ്ടി വന്ന് ലാസ്റ്റ് നമ്മൾ ടിക്കറ്റ് ഫൈനലൈസ് ചെയ്ത്. അപ്പൊ അത്രയ്ക്കും റിസ്ക് എടുത്ത് ഇവിടെ വന്ന അദ്ദേഹത്തിന് ഒരു കൈയടി എല്ലാവരും ഒന്ന് കൊടുക്കണം. കാരണം അന്ന് ഓർക്കണം, ലേഡിയാണ്. എന്നിട്ട് ടിക്കറ്റ് കിട്ടുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മകനെ 60 കിലോമീറ്റർ അപ്പുറത്തുള്ള റെയിൽവേ സ്റ്റേഷനോട് വരാൻ വിളിച്ചു പറഞ്ഞ് ടിക്കറ്റ് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെയാണ് ഇവിടെ എത്തി. അത് ആ കൂട്ടായ്മയുടെ ബന്ധമാണ്. അപ്പൊ ഈ പ്രാവശ്യം മിനിമം COT ആണ്, അതിനും ഒരു കൈയടി കൊടുക്കണം. അപ്പം ഈ ഞാൻ പറഞ്ഞത് നമുക്ക് 3 തരത്തിലുള്ള ഒക്യുപ്പൻസികളുണ്ട്. അതേപോലെ തന്നെ 3 തരത്തിലുള്ള ഹോട്ടൽസും ഉണ്ട്. 5 സ്റ്റാർ ഹോട്ടല്, 3 സ്റ്റാർ, ഡീലക്സ്. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഏത് വേണേലും സെലക്ട് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നു 5 സ്റ്റാറിലെ നിങ്ങൾ താമസിക്കാവുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഏജന്റ് അന്ന് പറഞ്ഞതെന്ന് പറയുന്നത് അദ്ദേഹത്തിനെ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിച്ചത് ലുഗിയാണ്. ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറാൻ പ്രേരിപ്പിച്ചത് ലുഗിയാണ്. എന്ന് പറയുന്ന പോലെ നിങ്ങളെ എല്ലാവരെയും 5 സ്റ്റാറിലും അതേപോലെ ഫ്ലൈറ്റിലും ഒക്കെ കയറ്റാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി. അപ്പൊ അതിനകത്ത് 5 സ്റ്റാർ ഹോട്ടലില് സിംഗിൾ ഒക്യുപ്പൻസി, ഇപ്പൊ ചിലരൊക്കെ ഉണ്ട് ഒറ്റയ്ക്ക് താമസിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു റൂമിന് 50,700 രൂപ മാത്രം മതി. ഇനി ഡബിൾ ഒക്യുപ്പൻസിക്ക് ആണെന്നുണ്ടെങ്കിൽ 39,500 രൂപ. ഇനി ട്രിപ്പിൾ ഒക്യുപ്പൻസി ആണെന്നുണ്ടെങ്കിൽ 37,500 രൂപ. ക്ലിയർ ആയല്ലോ? അത് നിങ്ങൾ ഓർക്കണം, 4 ദിവസത്തേക്ക് 29-ാം തീയതി ഉച്ചയ്ക്ക് നമ്മൾ അവിടെ ചെല്ലുന്നു. ചെന്ന് കഴിഞ്ഞതിന് ശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉള്ള ആൾക്കാർക്ക് ആ മീറ്റിംഗ് ഉണ്ട്. ബാക്കി എല്ലാവർക്കും അവിടെ സൈറ്റ് സീയിങ് ഉണ്ട്. 30-ഉം 31-ഉം 1ാം തരം ട്രെയിനിങ്. ശരിക്കും പറഞ്ഞാൽ ഒരു MDRT കൺവെൻഷൻ എങ്ങനെയാണോ അതിനെ കിടപിടിക്കുന്ന രീതിയിലുള്ള കൺവെൻഷൻ ആയിരിക്കും 30-ഉം 31-ഉം. 1-ാം തീയതി ഫുള്ള് നമ്മൾ സൈറ്റ് സീയിങ്. എന്നിട്ട് വൈകുന്നേരത്തോടു കൂടി നമുക്ക് പരിസമാപ്തിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി ഡീലക്സിലാണ് അല്ല 3 സ്റ്റാറിലാണ് ഒരാൾ നിങ്ങൾക്ക് താമസിക്കാൻ ആഗ്രഹമെങ്കിൽ വേണ്ട, ഇത് വേണ്ട, അത് ഞാൻ പറയുന്നില്ല. എന്റെ ഓപ്ഷൻ നമ്മള് കോഴിക്കോടിനോട് 3 സ്റ്റാർ പറയുന്നത് നാണക്കേടാ. സ്വാമിജി പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ ഈ ഒരു ആംബിയൻസിൽ നമ്മൾ ഇരുന്നപ്പോ നമുക്ക് എന്താ തോന്നിയിട്ടുള്ളത്? അതിന് ഈ വേദി ഒരുക്കിയ, അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ആ ജയരാജനെ, അതേപോലെ പ്രിൻസി, ഷാജി സാറ്, അതേപോലെ തന്നെ നാരായണേട്ടൻ, കൃഷ്ണൻ, അവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ എന്നും നിലനിർത്തി ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയണം. ഇവിടെ നിങ്ങൾ കഴിഞ്ഞ നമ്മുടെ കൺവെൻഷൻ ഇനാഗുറേഷൻ ഇതിൽ പങ്കെടുത്ത എത്ര പേരുണ്ട്? അന്ന് ചാപ്റ്ററിന്റെ ഇനാഗുറേഷന് പങ്കെടുത്ത അന്ന് എന്തൊരു ഉത്സവമായിരുന്നു. ശരിക്കും സലിന മേഡം ഒക്കെ രാപകൽ ഉറക്കം നിന്ന് പ്രവർത്തിച്ച് അതിനുവേണ്ടി അത്രയും ആൾക്കാരെ കൊണ്ടുവന്നു. നമ്മൾ എപ്പോഴും ഓർക്കുക, നമ്മൾ മാത്രം ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിൽ നന്മ ഉണ്ടായില്ല. നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവരും വർക്ക് ചെയ്ത് എങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഉയർച്ച ഉണ്ടാവുള്ളൂ. പിന്നെ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത്, ട്രെയിനർമാരെ നിലനിർത്തി. ഇപ്പൊ നമ്മുടെ ബൈജി സാറുണ്ട്, പ്രവീൺ സാറ്, രമേശ് സാറ്, അതേപോലെ തന്നെ രവീന്ദ്ര സാറൊക്കെ. ഈ ട്രെയിനർമാരെ ഇവിടെ പണിയെടുപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമായിരിക്കണം. നമ്മൾ ഫീസ് അടച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരണം. കാരണം നമുക്കിതെല്ലാം പഠിക്കാനും എടുക്കാനും നേരമില്ലല്ലോ. എന്ന് പറയുന്നത് മാതിരി തന്നെ നിങ്ങൾ ഓരോരുത്തരും ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ജയ്പൂരിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും ഊഷ്മളമായ ഓണാശംസകളും കൂടെ നേർന്നുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ഒരിക്കൽ കൂടി ഇത്രയും നല്ല രീതിയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഈ ഷോർട്ട് ടൈമിൽ ഇവിടെ നടത്തുവാൻ സന്മനസ്സും സാഹചര്യവും സമയവും സാമ്പത്തികവും കണ്ടെത്തിയ കോഴിക്കോട് ചാപ്റ്ററിന്റെ വൈബ്രന്റ് ലീഡേഴ്സിനുള്ള എല്ലാവിധ നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് ജയ് ഹിന്ദ്, ജയ് ലുഗി, ജയ് LIC.